ഇന്ന് നമ്മൾ 4 പേരും കൂടി ചേർന്നിട്ട് വീട്ടിലുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഇച്ചായൻ്റെ വക ബിരിയാണിയാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനും പിള്ളേരും കിച്ചണിൽ കമ്പനി കൊടുക്കാനായിട്ട് ഇരിക്കുവാണ്. ഞങ്ങളിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ വെച്ചുകൊണ്ടാണ് കുക്ക് ചെയ്യുന്നത്. കുട്ടികളവിടെ ഹാളിൽ ടിവിയും വെച്ചിട്ടുണ്ട്. ഭയങ്കര സൗണ്ടിൽ അവിടെ മൂവി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒച്ചത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട്. അത് പോരാഞ്ഞിട്ട് നമ്മൾ കൂടെ പാടുന്നുണ്ട്. അപ്പോൾ എനിക്കിതൊന്നും ലൈവായിട്ട് കേൾപ്പിക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ സംഭാഷണങ്ങളൊന്നും. അപ്പോൾ പിള്ളേരിടയ്ക്ക് ഇങ്ങനെ അന്വേഷിച്ച് വരും, എന്താണ് ഇവിടെ വരെ ആയി കുക്കിംഗ് എന്നൊക്കെ. നമ്മൾ ഇന്നത്തെ ദിവസം ലഞ്ചൊക്കെ കഴിക്കുമ്പോൾ ലേറ്റാവും. ഫ്രൈഡേ എഴുന്നേൽക്കുമ്പോൾ ലേറ്റാവും. പിന്നെ കുക്കിങ്ങും അതുപോലെ തന്നെ ലേറ്റായിരിക്കും. അപ്പോൾ മോനാണെങ്കിൽ ഇങ്ങനെ ഫ്രിഡ്ജ് തുറന്നു അടിച്ചും എന്താണ് അടുത്ത ഐറ്റം എന്തെടുത്ത് പുറത്ത് വെക്കണം, തണുപ്പ് പോയിട്ട് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് പുറത്ത് വെച്ച് ഇങ്ങനെ നടക്കും. അപ്പം ഞാൻ ഇവരുടെ പുറകെ നടന്നിട്ട്, ഇവർ വീട്ടിലുള്ള ദിവസമാണെങ്കിൽ പിള്ളേരോട് ഒച്ചയെടുത്ത് നമുക്ക് വയ്യാണ്ടാകും. കാരണം ടി വി അങ്ങ് ഭയങ്കര സൗണ്ടിൽ വയ്ക്കും, കിച്ചണിൽ പാട്ട് ഭയങ്കര സൗണ്ടിൽ വയ്ക്കും. നമ്മൾ അതിനേക്കാളും സൗണ്ടിൽ വേണം ഇവരോടൊക്കെ സംസാരിക്കാനായിട്ട്. അപ്പോൾ അങ്ങ് ദേഷ്യം വരും. എന്നാലും പിന്നെ ഞാൻ കുറയ്ക്കും. ഇവർ എങ്ങനെ പോയാലും ഇവരുടെ റിമോട്ട് കാണും, അത് സൗണ്ട് കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഞാനപ്പോൾ ഇങ്ങനെ ലൊട്ടിലൊടുക്കും, എന്തെങ്കിലുമൊക്കെ പണി ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടിങ്ങനെ നിൽക്കും. കാരണം ഇന്നത്തെ ദിവസം അങ്ങനെ പ്രത്യേകിച്ച് പണികളൊന്നും, ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും വെറുതെ ഇരിക്കാനാണ് നോക്കുന്നത്. ഈ ബിരിയാണി അങ്ങ് വെച്ചിട്ട് പിന്നെ വേറെ പരിപാടിയൊന്നും ഇന്നത്തെ ദിവസം ഇല്ല. അപ്പം അങ്ങനെ ആണ്. അപ്പോൾ നമ്മളിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ്, ഞാനിപ്പോൾ അവന് എന്തോ കാര്യത്തിന് വഴക്ക് പറയുവാണ്. പക്ഷെ അതവന് കോമഡിയാക്കി മാറ്റി. ഇത് നോക്കും, ഞാനവിടെ ചെടി നനയ്ക്കുന്ന സ്പ്രേ ചെയ്യുന്ന സംഭവമാണ് കേട്ടോ, അതെടുത്തുകൊണ്ട് വന്ന് കഴിക്കേ, ബിരിയാണി ഉണ്ടാക്കുന്നതിന് ഇടയ്ക്ക് കൂടിയിട്ട് വെള്ളം തിളപ്പിച്ച് കളിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ പിന്നെ നമ്മൾ ഒച്ചെടുക്കാണ്ടിരിക്കുമോ? അവനാണെങ്കിൽ എൻ്റെ മോൻ്റെ പരിപാടി വെച്ചാൽ എൻ്റെ പുറകെ നടന്ന് എന്നെ ട്രോളുക. അതാണ് അവൻ്റെ ഏറ്റവും വലിയ പരിപാടി. മോള് പിന്നെ അവൻ എന്ത് ചെയ്യുന്നു അതിൻ്റെ പുറകെ ഇങ്ങനെ നടന്നോളും. അപ്പം ഞാൻ ഇവരുടെ എന്തോ ഒരു ഇത് ലൈവായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവരെ അറിയാണ്ട് പാട്ട് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മധുരം ഉണ്ടായിരുന്ന നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇന്ന് അപ്പം ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? അപ്പാ എന്താ ഉണ്ടാക്കാൻ പോണത്? അപ്പം ഉണ്ടാക്കാൻ പോകുന്നത് അറബിക് ചിക്കൻ ബിരിയാണി. അറബിക് ചിക്കൻ ബിരിയാണി. അറബിക് ഒന്നുമല്ല, ചുമ്മാ ചിക്കൻ ബിരിയാണി, അത്രേ ഉള്ളു. നമ്മുടെ ന്യൂ കുക്കിംഗ് ഷെഫ്. കേട്ടല്ല, ഇതാണ് ഇവരുടെ ഡയലോഗുകളൊക്കെ കേൾപ്പിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡയലോഗൊക്കെ ആയിരിക്കും. എന്തായാലും അങ്ങനെ വർത്തമാനത്തിൻ്റെയൊക്കെ ഇടയ്ക്ക് അവിടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്, ദമ്മ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞങ്ങളുടെ പരിപാടി ഇന്നത്തെ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ ഫ്രൈഡേയിലെ പരിപാടി. ഇനിയിപ്പോൾ അവിടെ വെറുതെ പോയിരുന്ന എന്തെങ്കിലുമൊക്കെ മൂവി ഉണ്ടെങ്കിൽ നല്ല മൂവികൾ കാണുക, പിന്നെ വൈകിട്ട് പള്ളിയിൽ പോവുക, അതൊക്കെയാണ് ഇന്നത്തെ ഇനിയുള്ള പരിപാടികൾ. അപ്പോൾ ദം ചെയ്യാൻ വെച്ച സമയത്ത് ഞാനവിടെ പിള്ളേർ എന്ത് ചെയ്യുന്നു നോക്കാൻ പോയപ്പോൾ അവരവിടെ ഇരുന്ന് പുലിമുരുകൻ കാണുവാണെന്ന് മൂവി ആസ്വദിച്ചിരുന്ന് കാണുമ്പോൾ നമ്മളവർക്ക് ഫസ്റ്റ് ടൈം കാണുവാണെന്ന്. ഇതിവിടെ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന മൂവിയാണ് ഇതും. പിന്നെ കുറച്ച് കോമഡി മൂവീസുണ്ട്. ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാറി ഇത് തന്നെയാണ് കാണുന്നത്. എനിക്കിപ്പോൾ ഇതിലൊക്കെ ഡയലോഗ്സൊക്കെ കാണാപ്പാടമാണ്, അത്രയ്ക്ക് ഇത് തന്നെ വെച്ചിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് ഇനി ഫ്യൂച്ചർ എന്താ ചെയ്യുന്നത് നോക്കാമെന്ന് പറഞ്ഞ് കിച്ചണിലോട്ട് പോയപ്പോൾ നോക്കിയേ, അവിടെ ഇരുന്ന് ചിപ്സ് കഴിക്കുവാണേ. എന്നെ കണ്ടപ്പോൾ നാണം കെട്ടുപോയി. ഞാൻ ഇനി തുടങ്ങി ഇതൊന്നും കഴിക്കില്ല, ഞാൻ ഡയറ്റിലാന്നൊക്കെയാണ് പറഞ്ഞത് എന്നോട്. അപ്പം ഉച്ചയ്ക്ക് ബിരിയാണി ഇച്ചിരി കഴിക്കാം, പിന്നെ ഞാൻ ഈ ചിപ്സ് ഐറ്റംസ് ഇന്ന് തൊടുകേയില്ല, ഡയറ്റ് ചെയ്യാൻ പോവാന്നൊക്കെ പറഞ്ഞ ആളാണ് ആയിരുന്നു കഴിച്ചത്. അപ്പോൾ എന്തായാലും ദമ്മൊക്കെ പൊട്ടിച്ച് ഞങ്ങളിത് ബിരിയാണി കഴിച്ചു തുടങ്ങി. നമ്മുടെ കേരള സ്റ്റൈലിലൊന്നും അല്ല കേട്ടോ, ഇതൊരു നോർത്ത് ഈസ്റ്റ് സ്റ്റൈലും അറബിക് സ്റ്റൈലും എല്ലാം കൂടി ഒരു മിക്സ് ചെയ്തിട്ടുള്ളൊരു പൊട്ടറ്റോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഈ ബിരിയാണിയിൽ. ഒരു വ്യത്യസ്തമായൊരു രുചിയുണ്ട്. നമ്മുടെ എന്ത് മസാലയാണോ അതൊന്നും ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ നോർമൽ മസാലകൾ തന്നെ ഇട്ടേന്നാണ് പറഞ്ഞത്. പക്ഷേ ടേസ്റ്റ് വേറൊരു ടേസ്റ്റ് ഉണ്ട്, ഒരു വെറൈറ്റി ഉണ്ട്. ഹൈദരാബാദി ബിരിയാണിയുടെയൊക്കെ ഒരു ചെറിയൊരു ടേസ്റ്റ് വരുന്നുണ്ട്. എന്തായാലും സാധനം സൂപ്പറായിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിള്ളേർക്കും അടിപൊളിയാന്ന് പറയുന്നുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസ് ഉള്ളിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.